ട്രാവൽ ഇൻഷുറൻസ് മെയിൻലി ഉള്ളത് 2 തരത്തിലാണ്. ഒന്ന്, ഒരു കോംപ്രഹെൻസീവ് പാക്കേജ്, അതായത് ട്രാവലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൺട്രിയിലുള്ള മെഡിക്കൽ കവറേജും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്ക് അവിടുത്തെ മെഡിക്കൽ മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും അവരുടെ പാക്കേജുകളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. സോ ഈ ട്രാവൽ ഇൻഷുറൻസ് മെയിൻലി വരുന്നത് നമുക്ക് വരുന്ന ട്രാവൽ തൊട്ട് തന്നെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു എപ്പോഴും കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ഡിലേ ആവും, മിസ്ഡ് ഫ്ലൈറ്റ് കണക്ഷൻ വരാം, ലഗേജ് ഡിലേ ആവാം, ലഗേജ് മിസ്സാവാം, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മിസ്സാവാം, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് മിസ്സാവാം, പാസ്പോർട്ടുകൾ മിസ്സാവാം. സോ ഇതിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇൻഷുറൻസ് കമ്പനീസ് ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊക്കെ അവരുടേതായ സം ഇൻഷുറൻസ് അനുസരിച്ചിട്ടുള്ള ഓരോരോ എമൗണ്ടിന് നമുക്ക് ഇതിനനുസരിച്ച് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് മിസ് ആവുകയാണെങ്കിൽ ചില ഇൻഷുറൻസ് കമ്പനീസ് അപ് ടു $500 വരെയുള്ള റീക്ലെയിം ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ ക്ലെയിം ചെയ്തെടുക്കാം. നമ്മൾ മേജർലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പോളിസി ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതിൽ ഒരു വ്യക്തമായിട്ട് എത്ര അവേഴ്സിനുള്ളിൽ ആണ് നമ്മൾ അറിഞ്ഞത് ഈ കണക്ഷൻ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് മിസ്സാവുന്നതോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആവുന്നതോ നമ്മൾ എപ്പോഴാണോ അറിഞ്ഞത് അതിനനുസരിച്ചായിരിക്കും ഈ ക്ലെയിം പ്രൊസീഡിങ്സ് നടക്കുക. സോ എല്ലാ ഇൻഷുറൻസ് പോളിസീസും നമ്മൾ എടുക്കുമ്പോൾ അവരുടേതായ ഓരോരോ കമ്പനീസിന്റെ പോളിസി വേർഡിങ്സ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ.